ഞാൻ പറയാൻ പോകുന്നത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെപ്പറ്റിയും മറ്റുമൊക്കെയാണ്. ഇവിടെ നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ 3 വിഗ്രഹങ്ങളുണ്ട്. അതിൽ ഒന്ന് മൂലവിഗ്രഹം നമ്മുടെ പ്ലാവിൻ തടിയിൽ നിർത്തി അതിനെ കൊത്തിയെടുത്ത് മുമ്പ് മുതൽ ഇത് ആരാധിച്ചു വരുന്ന മൂലവിഗ്രഹമാണ്. അത് പ്ലാവിൻ തടിയിലാണ്. അതിലാണ് മുമ്പേ മുഴുക്കാപ്പ് ചാർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് തങ്ക അങ്കി നിർമ്മിച്ച് അതിനെ നിർമ്മിച്ചിരിക്കുകയാണ്. അതിനകത്ത് പ്രത്യേകം ഇപ്പം അഭിഷേകമൊന്നുമില്ല. അതിൻ്റെ രണ്ടാമത്തെ വിഗ്രഹം എന്ന് പറയുന്നത് പഞ്ചലോകത്തിൽ തീർത്ത അഭിഷേക വിഗ്രഹമാണ്. അതിനകത്താണ് എല്ലാ അഭിഷേകങ്ങളും നടക്കുന്നത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ശ്രീബലി വിഗ്രഹമാണ്. അത് വെള്ളിയിൽ തീർത്തതാണ്. അത് ശ്രീബലിക്കും മറ്റും പുറത്ത് ഉപയോഗിക്കുന്നതാണ് ഈ വിഗ്രഹം. ഇങ്ങനെ 3 വിഗ്രഹങ്ങളുണ്ട്. അത് ഈ ദാരുവിഗ്രഹം എന്ന് പറയുന്നത് ആറ്റുകാലിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്ലാവിൻ തടിയിലാണ് വളരെ പണ്ട്, വളരെ പ്രാചീന കാലം മുതൽ വെച്ച് ആരാധിക്കുന്ന വിഗ്രഹമാണ്. പിന്നെ എഴുന്നള്ളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെല്ലാ ഒരുക്കങ്ങളും എഴുന്നള്ളത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും ആനയുടേതായിരുന്നാലും തിടമ്പായിരുന്നാലും ബാക്കിയുള്ള കുട ചമയങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഇവിടുന്ന് ഇത് പോയി കഴിഞ്ഞാൽ മണക്കാട് ശാസ്താവ് ദേവിയുടെ സഹോദരൻ എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അതവിടെ ചെന്ന് ആനപ്പുറത്ത് എഴുന്നള്ളി അവിടെ ചെന്ന് ഇറക്കി പൂജയ്ക്ക് ശേഷം തിരിച്ച് എഴുന്നള്ളി ഇവിടെ വന്ന് ദേവിയെ അകത്ത് എഴുന്നള്ളിച്ച് രാത്രി കാപ്പഴിച്ച് അതിന് ശേഷം കുരുതി തർപ്പണത്തോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും.